പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റായി NDAയുടെ മിനർവ മോഹൻ തെരഞ്ഞെടുക്കപ്പെട്ടു. അഭിമാനകരമായ വിജയം സമ്മാനിച്ച എല്ലാവർക്കും നന്ദിയെന്ന് മിനർവ മോഹൻ ജനങ്ങൾ നൽകിയ വിശ്വാസവും പിന്തുണയും പാലിച്ചുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുകയെന്നും മിനർവ മോഹൻ വ്യക്തമാക്കി. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ BJP NDA പ്രവർത്തകർക്ക് ഇത് അഭിമാന നിമിഷമാണ്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റായി മിനർവ മോഹൻ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തായാലും ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അവസാനം സത്യപ്രതിജ്ഞ ചെയ്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? ഇത് വലിയ ഒരു ചരിത്ര നിമിഷമാണ്. ഇത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തക മെമ്പർമാർക്കും എൻ്റെ ആത്മാർത്ഥതയോടെയുള്ള ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർക്കും ഇത് ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. കാരണം ചരിത്രത്തിലാദ്യമായിട്ട് പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ NDA അധികാരത്തിലേൽക്കുകയാണ്. ഇന്ന് ഞാൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇതിലൊരു മത്സരമുണ്ടായിരുന്നു. അതായത് നമ്മൾ 15 മെമ്പർമാരാണ്. 8 വോട്ട് എനിക്ക് ലഭിച്ചു. എതിരായിട്ട് മത്സരിച്ച LDFിലെ നിഷ സാനുവിന് 5 വോട്ടുകളാണ് ലഭിച്ചത്. 2 വോട്ട് അസാധുവായിരുന്നു. അപ്പോൾ ഞാനിന്ന് പ്രസിഡന്റായിട്ട് ഇന്ന് അധികാരമേൽക്കുകയാണ്. അപ്പം ഏറെ സന്തോഷമുണ്ട്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി പൂഞ്ഞാർ തെക്കേക്കരയിലേക്ക് അധികാരത്തിലെത്തുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന പദ്ധതികളുടെ ഒരു തുടർച്ചയെന്നോണം പൂഞ്ഞാർ തെക്കേക്കരയെ സമഗ്ര വികസനത്തിന്റെ എല്ലാ മേഖലയിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തീർച്ചയായിട്ടും നല്ലൊരു ഭരണം കാഴ്ചവെക്കും. ആരാധ്യനായ നരേന്ദ്രമോദിയുടെ വികസന ലക്ഷ്യങ്ങൾ, അതായത് വികസിത ഭാരതം എന്ന ലക്ഷ്യം വികസിത പൂഞ്ഞാർ തെക്കേക്കര എന്ന ഗ്രാമപഞ്ചായത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ഈ നാട്ടിലെ എല്ലാവരുടെയും ആത്മാർത്ഥമായ അനുഗ്രഹാശിസുകൾ ഉണ്ടാവണം. എൻ്റെ പ്രവർത്തകർ എന്നോടൊപ്പം ഉണ്ട്. എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഇനിയും മുന്നോട്ടുണ്ടാവണമെന്ന് പ്രത്യേകമായിട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അതുതന്നെയാണ് BJPയെ സംബന്ധിച്ചോളം ഒരു വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഒരു അഭിമാനപരമായ ഒരു നേട്ടമല്ലേ ഇവിടെ നേടാൻ? തീർച്ചയായിട്ടും പൂഞ്ഞാർ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ വലിയ മുന്നേറ്റമാണ് ഞങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിലും അക്കൗണ്ട് തുറക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേപോലെ തിടനാട്, പൂഞ്ഞാർ പഞ്ചായത്തുകൾ അടക്കം എരുമേലി, അതേപോലെ കോരുത്തോട്, ഈ പഞ്ചായത്തുകളിലെല്ലാം നിർണായകമായിട്ടുള്ള ഒരു പ്രതിപക്ഷ ശബ്ദമായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചു. ഇത് തീർച്ചയായിട്ടും വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കവും പാർട്ടിക്ക് ഒരു വലിയ ജനകീയ അടിത്തറയും പാകി എന്നുള്ളതാണ് ഈ ഇലക്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പാർട്ടി കണക്കാക്കുന്നത്. അതുതന്നെയാണ്. എന്തായാലും ഒരു ഏറ്റവും അഭിമാനമായ നിമിഷത്തിലാണ് പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ ഉള്ളത്. എന്തായാലും അതിൻ്റെതായ ആഘോഷങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങൾ നൽകിയ ആ ഉത്തരവാദിത്വം, ജനങ്ങൾ നൽകിയ ജനങ്ങളുടെ ആ ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷയ്ക്കൊത്ത് കൃത്യമായി തന്നെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള ഒരു സമഗ്രമായ ഒരു പ്ലാനാണ് തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് പ്രസിഡന്റ് വിശദമാക്കുകയും ചെയ്തിരിക്കുന്നത്.